നമസ്കാരം. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്തെ ഇല്ലാതാക്കുമെന്നും മറ്റൊരു രാജ്യം പരസ്യമായി ബോർഡ് വെച്ചത് ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ? പക്ഷേ അതാണ് ഡൂംസ് ഡേ ക്ലോക്ക്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുള്ള ഫലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ക്ലോക്കാണിത്. ഇസ്രായേൽ എന്ന രാജ്യം എന്നാണോ ഇല്ലാതാകുന്നത് ആ ദിവസത്തിലേക്കുള്ള ദൂരമാണ് ഈ ക്ലോക്ക് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രം 2040 ഇല്ലാതാകുമെന്ന ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ പ്രവചനത്തെ ആസ്പദമാക്കിയാണ് ഈ ക്ലോക്ക് പ്രവർത്തിക്കുന്നത്. 2017 ജൂണിൽ ഇറാനിലെ ഖുദ്സ് ദിന റാലികളോടനുബന്ധിച്ചാണ് ഇറാന്റെ ഔദ്യോഗിക അധികാരികൾ ഇത് സ്ഥാപിച്ചത്. പേർഷ്യൻ, അറബിക്, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിൽ ഇതിൽ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. ഇസ്രയേലികൾക്ക് മനസ്സിലാകാനായി ഹീബ്രു ഭാഷയിലും അവിടെ പ്രദർശനമുണ്ട്. 2017 ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ 8411 ദിവസങ്ങളാണ് കൗണ്ട് ഡൗൺ ആയി കാണിച്ചിരുന്നത്. ഈ ക്ലോക്കിൽ ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ഡിസ്പ്ലേ ഉണ്ട്. ക്ലോക്കിൻ്റെ പ്രധാന ഭാഗത്ത് സെക്കൻഡുകൾ ഉൾപ്പെടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ടൈമറുണ്ട്. ഇത് 2040 ഒരു നിശ്ചിത തീയതി ലക്ഷ്യമാക്കിയാണ് പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ ഇനി എത്ര ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുണ്ട് എന്ന് ഇത് കാണിച്ചു തരും. ആയത്തുള്ള അലി ഖമേനി 2015 25 വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. അത് ഉറപ്പിക്കാനാണ് ഈ ക്ലോക്ക്. 2025 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഈ ക്ലോക്ക് തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും ക്ലോക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ഇറാന്റെ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഈ ക്ലോക്കിനെ ലക്ഷ്യം വെച്ചത് കേവലം ഒരു വസ്തുവിനെ നശിപ്പിക്കാനല്ല, മറിച്ച് ഇറാന്റെ പ്രത്യയശാസ്ത്രപരമായ പ്രവചനങ്ങളെ തകർക്കുക എന്ന മനഃശാസ്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. 2025-2026 കാലഘട്ടത്തിൽ ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഈ ചതുരത്തിൽ അമേരിക്കൻ, ഇസ്രയേലി സൈനികരുടെ ശവകുടീരങ്ങൾ ചിത്രീകരിക്കുന്ന പുതിയ ചുവർ ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ക്ലോക്കിന്റെ നിർമ്മാണം ഇസ്രയേലിന് ഏറ്റവും വലിയ പ്രകോപനമായിരുന്നു. പലപ്പോഴും യഹൂദരെ ലക്ഷ്യമിട്ട് നിരവധി വിവാദ പ്രസംഗങ്ങളും ഖമേനി നടത്തിയിട്ടുണ്ട്. അവസാന യഹൂദിനെയും ഇല്ലാതാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഖമേനി ഈ അടുത്തിടേക്കും ആവർത്തിച്ചിരുന്നു. ദൈവഹിതമനുസരിച്ച് അടുത്ത 25 വർഷത്തിനുള്ളിൽ സയനിസ്റ്റ് ഭരണകൂടം എന്നൊന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കില്ല എന്നും ഇടയ്ക്കിടെ ഖമേനി പറയും. അതിനുശേഷമാണ് ഇറാൻ അണുബോംബ് നിർമ്മാണം തുടങ്ങിയത്. നേരത്തെ അണുബോംബ് ഹറാമാണെന്ന് ഫത്വ ഇറക്കിയ ആളാണ് ഖമേനി. പക്ഷേ ഇതൊരു അടവ് നയമായി വെച്ച് ഇറാൻ ബോംബ് നിർമ്മാണം നടത്തുകയാണ്. 2026 ഫെബ്രുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. അണുബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ 90% എത്താൻ ഇത് ഒരു ചെറിയ ഘട്ടം കൂടി മതിയെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ആണവശക്തിയായാൽ അത് ആദ്യം പൊട്ടുക തങ്ങളുടെ നെഞ്ചത്താണെന്ന് ഇസ്രയേലിന് നന്നായി അറിയാം. 2025 ജൂണിലും 2026 ഫെബ്രുവരി അവസാനത്തിലും ഇസ്രയേലും അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻസ് എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ഈ നീക്കത്തിലൂടെ നദാൻസ്, ഫോർഡോ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഖമേനിയെ വധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇറാന്റെ ആണവ പദ്ധതി തന്നെയായിരുന്നു. ഇറാൻ ആയുധ നിലവാരത്തിലുള്ള യുറേനിയം നിർമ്മാണത്തിലേക്ക് കടക്കുന്നതും ആണവ കരാറുകൾ പരാജയപ്പെട്ടതും ഇസ്രയേലിനെയും അമേരിക്കയും ഇത്തരമൊരു കടുത്ത നീക്കത്തിന് പ്രേരിപ്പിച്ചു. ഇസ്രയേലിന്റെ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നത് ഇറാനിലാണ്. കത്തിക്കാനും ചവിട്ടിയരയ്ക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഖമേനിയുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുള്ളത്. യഹൂദിനെ നിലം തൊടിയിക്കരുതെന്ന മതകഥ വിശ്വസിച്ചാണ് പലപ്പോഴും ഖമേനിയുടെ പ്രവർത്തനങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ആയതും. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിന്റെ പിറകെ കൂടി മരണം ഇരന്നു വാങ്ങുകയായിരുന്നു ഖമേനി.